നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവനകൾ ഏറെ കൗതുകമുണർത്തുന്നവയാണ്. ക്യൂബൻ ആരോഗ്യരംഗത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വീണ ജോർജ് നടത്തിയ തള്ളിമറിക്കലുകൾ കേട്ടാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. ക്യൂബയുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തും ഗവേഷണ രംഗത്തും വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി വീണയുടെ വാദം. ലോകത്തെ പട്ടിണി രാജ്യങ്ങളിൽ ഒന്നായ ക്യൂബയുടെ ദയനീയ സ്ഥിതി അറിയാവുന്ന മലയാളിക്ക് ഇത് കേട്ടാൽ ചിരിച്ചു മണ്ണ് കപ്പുകയല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ ക്യൂബൻ സംഘവുമായുള്ള മീറ്റിംഗിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഭ്രാന്തൻ പ്രസ്താവനയുമായി മന്ത്രി രംഗത്ത് വന്നത്. ക്യൂബൻ ഫസ്റ്റ് ഡെപ്യൂട്ടി ഹെൽത്ത് മിനിസ്റ്റർ ടാനിയെ മാർഗരറ്റുമായും ക്യൂബൻ ഡെലിഗേഷനുമായുമുള്ള ചർച്ചയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുകയുണ്ടായി. 2023 ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യൂബൻ സന്ദർശനത്തിന്റെ തുടർച്ചയായി ആരോഗ്യരംഗത്തെ 4 മേഖലകളിൽ ക്യൂബയുടെ ഗവേഷണ രംഗവുമായി സഹകരിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വാക്സിൻ, ശ്വാസകോശ ക്യാൻസർ വാക്സിൻ, പ്രമേഹ രോഗികളിലെ പാദങ്ങളിലെ വ്രണങ്ങൾക്കുള്ള ചികിത്സ, ഡെങ്കു വാക്സിൻ, അൽഷിമേഴ്സ് പോലുള്ള ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് ഗവേഷണ സഹകരണം നടക്കുക. എന്തായാലും ക്യൂബയുമായുള്ള സഹകരണത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. കേന്ദ്രത്തിന്റെയും ICMRന്റെയും DCGAയുടെയും അനുമതിയോടുകൂടി ഗവേഷണ രംഗത്ത് ക്യൂബൻ സഹകരണം ഉറപ്പാക്കുമത്രേ. ക്യൂബയുമായി മുൻപ് നടന്ന ചർച്ചകളുടെയും ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെയും തുടർന്നുള്ള ചർച്ചകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഏപ്രിൽ മാസത്തോടെ ധാരണാപത്രത്തിൽ ഒപ്പിടുക. ക്യാൻസർ, ഡെങ്കു എന്നിവയ്ക്കുള്ള വാക്സിൻ വിതരണം, ഡയബറ്റിക് ഫുഡ്, അൽഷിമേഴ്സ് പോലുള്ള ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്നീ രംഗങ്ങളിൽ വലിയ രീതിയിൽ പുരോഗതി കൈവരിക്കാനാകുമെന്നാണ് വീണയുടെ വാദം. ക്യൂബൻ സാങ്കേതിക വിദ്യയോടുകൂടി തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് വാക്സിനുകൾ വികസിപ്പിക്കുകയത്രേ. മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് ക്യാൻസർ, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളുമായി സഹകരിച്ചുകൊണ്ട് ഡയബറ്റിക് ഫുഡ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് അൽഷിമേഴ്സ് എന്നിവയിൽ ഗവേഷണം നടത്തും എന്നാണ് വാദം. 15 അംഗ ക്യൂബൻ സംഘത്തിൽ ക്യൂബൻ ഫസ്റ്റ് ഡെപ്യൂട്ടി ഹെൽത്ത് മിനിസ്റ്റർ ടാനിയെ മാർഗരിറ്റ, അംബാസിഡർ ജുവാൻ കാർലോസ് മാസൽ അഗ്യുലേര, ആരോഗ്യമേഖലയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N ഗോബ്രഗഡെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഡയറക്ടർ ഡോക്ടർ E ശ്രീകുമാർ, മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ B സതീശൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ P ചിത്ര, തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ C രവീന്ദ്രൻ തുടങ്ങിയവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും അമേരിക്ക പോലും ചികിത്സാ രംഗത്ത് ക്യൂബയുടെ സഹായം തേടുന്നു എന്നാണ് വീണ ജോർജിന്റെ വാദം. ഈ സാഹചര്യത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ കഴിയില്ല. വീണ ജോർജിന്റെ വാദങ്ങൾ ശരിയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് സാക്ഷാൽ മുഖ്യമന്ത്രി അഥവാ വീണയുടെ സ്വന്തം കപ്പിത്താൻ ചികിത്സയ്ക്ക് വേണ്ടി ക്യൂബയിൽ പോകാതെ അങ്ങ് ബൂർഷ്വാ രാജ്യമായ അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് കൂടി ബഹുമാനപ്പെട്ട വീണ മാഡം പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഈ സാഹചര്യത്തിൽ മറ്റൊരു രസകരമായ കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. അതായത് കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ഒരു കണ്ണൂർ യാത്രയിൽ കണ്ണിൽപ്പെട്ട ഒരു രസകരമായ ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ വലിയൊരു ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു അത്. ആരോഗ്യ മേഖലയുടെ കുതിച്ചു ഉയർച്ചയെ കാണിക്കുന്ന ആ പരസ്യ ബോർഡിൽ കണ്ണൂർ ശൈലിയിൽ കുറിച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: നീ എന്തിനാടാ ആടെയിടേം പോണത്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടടാ ഇപ്പോ. അതായത് മറ്റ് വികസിത രാജ്യങ്ങളെ പോലെ അതിനൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ലഭ്യമാണ് എന്നാണ് ടീച്ചറമ്മ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് ശൈലജ ടീച്ചർ ഇക്കാര്യം സാക്ഷാൽ പിണറായി വിജയനോട് പറഞ്ഞതുപോലെയാണ്. എന്തിനാണോ പിണറായി താൻ അമേരിക്കയ്ക്കൊക്കെ പോകുന്നത്, ഇതിനുള്ള ചികിത്സയൊക്കെ ഇങ്ങ് കേരളത്തിലുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ. സംഗതി എന്തായാലും വീണയുടെ ക്യൂബൻ മോഡലും ശൈലജയുടെ കേരള മോഡലും ഒക്കെ പിണറായി വിജയന്റെ അമേരിക്കൻ പ്രേമത്തെ പരോക്ഷമായെങ്കിലും പരിഹസിക്കുന്നുണ്ട് എന്നതിൽ തർക്കമേതുമില്ല.